ചെറിയ വിളിയാ, 5.25. ഇവിടെ ചില്ലറയൊന്നുമില്ല. പിന്നെ തന്നാ മതി. ആ നോട്ട് വാങ്ങി ചില്ലറ മാറ്റി കൊടുത്താ പോരായിരുന്നു. ഇങ്ങനെ ദാനം കൊടുക്കാൻ മുതലാളി ആരാ? അലക്സാണ്ടർ കൊടുത്തു. അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. ഒരു 3 ലക്ഷം രൂപ കിട്ടിയാൽ ഒറ്റ വിളി കൊണ്ട് 3 ലക്ഷം ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലടാ, 3 ലക്ഷം രൂപ കിട്ടിയ 1 ലക്ഷം രൂപ ആ പ്രോവിഡന്റ് ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കാം. 2 ലക്ഷം രൂപ ബാങ്കിലിട്ടാൽ അവന്റെ ശമ്പളത്തിനുള്ള പലിശ കിട്ടും. പ്രശ്നം തീർന്നേനെ. എന്തു പ്രശ്നം? അല്ല, പ്രശ്നം എന്താണ്? പ്രശ്നമൊന്നുമല്ല. പ്രശ്നം എന്ന് പറയാൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. നീ ഇതൊക്കെ ഒന്ന് നോക്ക്. ഇങ്ങേർക്ക് എന്ത് വട്ടായി പോയ? ഇതിലൊന്നും അത്ര വലിയ കാര്യമില്ലെന്നേ. ഞാനിത് എത്ര കണ്ടതാ. ഈ റെസിറ്റ് ബുക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. നമസ്കാരം. ഇരിക്ക. പണക്കയുടെ വരെ ഇവിടേക്ക് വന്ന അമ്മയോട് നേരിട്ട് പറയണമെന്ന് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചതാ. പുറപ്പെടുമ്പോ 5-8 പേരുണ്ടായിരുന്നു. ചായ ഒടിച്ച് നോക്കിയപ്പോ മറ്റവരൊന്നും കണ്ടില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മയോടെ കൃഷ്ണക്കുറുപ്പിന്റെ പണക്കയുടെ വലിപ്പം ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭാഗ്യം എന്നല്ലാതെ എന്താ പറയാ. നല്ലൊരു ദിവസം നോക്കി ആ കിഴി ആഘോഷമായിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കാൻ ഭാവം. ആ കിഴി അങ്ങോട്ട് വാങ്ങിക്കുക. അതോടെ കുറുപ്പ് മരിച്ചതിന്റെ സമസ്ത ദുഃഖങ്ങളും അങ്ങോട്ട് മറക്കുക. ഞങ്ങളുടെ ഒരു അപേക്ഷയാണിത്. സ്നേഹത്തിന് നന്ദിയുണ്ട്, പക്ഷേ എന്റെ ദുഃഖം മാറ്റാൻ ഈ കിഴിയുടെ ആവശ്യമൊന്നുമില്ല. എന്താ ഈ പറയണത്? മരിച്ചവർക്ക് എന്താ പരമാനന്ദ സുഖമല്ലേ? ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പ്രാരാബ്ധവും ദുഃഖവും. എന്നാ ഒരു കാര്യം പറയാലോ, കൃഷ്ണക്കുറുപ്പ് മരിച്ചപ്പോഴാ കൃഷ്ണക്കുറുപ്പിന്റെ വില അറിയുന്നത്. ജീവിച്ചിരുന്നതിനേക്കാൾ പച്ച പിടിച്ചില്ലേ കുടുംബം. ആന ജീവിച്ചിരുന്നാലും ചെരിഞ്ഞാലും 12,000 ഒരു പഴഞ്ചൊല്ലുണ്ട്. ജീവിച്ചിരുന്നാൽ ലക്ഷക്കണക്കിനാ വില, ചത്താൽ അതിനേക്കാ വില. ആന കൊമ്പിനെന്താ വില, പല്ലിനെന്താ വില, നഖത്തിനെന്താ വില, ആന വാലിന് പോലും എന്താ വില. സത്യം പറഞ്ഞാൽ കുറുപ്പും ഒരു ആനയായിരുന്നു, തുമ്പിക്കൈ ഇല്ലാത്തൊരാന. അറിയാലോ, ഞാനും കുറുപ്പും ഈച്ചയും ശർക്കരയും മതിയായിരുന്നു. 2 ഉടലും ഒരു മനസ്സും. കേട്ടിട്ടുണ്ട്. കുറുപ്പ് പറയാറുണ്ടോ? ഇല്ല, എന്നാലും അറിയാം. അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. അല്ല, അത് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. വേണ്ട, അത് പറ്റില്ല. അമ്മയോട് തന്നെ പറയണം. കാര്യം പറ ചേട്ടാ. ഞാൻ പറയണ്ടെന്ന് ഉദ്ദേശിച്ചതാ. ഒരാള് മരിച്ചതിനേക്കാൾ വലുതല്ലല്ലോ ഇതൊന്നും. ഇപ്പൊ നിങ്ങളുടെ സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടതുകൊണ്ട് ഒന്ന് പറഞ്ഞു കളയാവുന്ന കാര്യം. എന്താ? മുമ്പ് കമ്പനി വെച്ച് കുറുപ്പ് എന്റെ കയ്യിൽ നിന്ന് ഒരു അത്യാവശ്യത്തിന് 5,400 രൂപ കടം മേടിച്ചിരുന്നു. അത് തരാതെയാണ് കുറുപ്പ് പോയത്. ആ കാശ് ഞാൻ ഈ കിഴിയിൽ നിന്ന് എടുക്കും. അച്ഛൻ എന്ത് കടം വാങ്ങിയാലും ആ കാര്യം ഏട്ടനോട് പറയും. കണിശക്കാരനായതുകൊണ്ട് ഏട്ടൻ അതെല്ലാം എഴുതി വെക്കുകയും ചെയ്യും. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാൻ ഞാൻ ഏട്ടനോട് പറയാം. ഇനി അഥവാ ഏട്ടൻ അത് എഴുതി വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നാലും വെട്ടിക്കളയാൻ പറയാം. അല്ല, അപ്പൊ പിന്നെ ഇത് അക്രമ, ഞാൻ ഇത് സമ്മതിക്കില്ല. വെള്ളം ചൂടാക്കണതോ? അല്ലടി, മരിച്ചുപോയ കുറുപ്പിന്റെ പേരും പറഞ്ഞ് ആ കണാരം പിരിവ് തുടങ്ങിയിട്ട് കാലം കുറയായി. ശുദ്ധ തട്ടിപ്പാ. ഈ വേണ്ടാന്ന് സരസ്വതി ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ പണം മുഴുവൻ തൊഴിലാളികൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതോടെ അവന്റെ സ്കൂളും പൂട്ടും. അത് പൂട്ടിച്ചിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വരാം. വേഗം വരണം, ഞാൻ വെള്ളം പറക്കി വെക്കും. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്ന് കാരണന്മാര് പറഞ്ഞത് നേരാ. ഇങ്ങനെയുണ്ടോ കാട്ടുകള്ളന്മാര്? പോവൂ ചേട്ടാ. ചേട്ടാ ചേട്ടാ കേട്ടോ ചേട്ടാ ചേട്ടാ. എന്താ എന്തായി? അയ്യോ എന്റെ ഭഗവതി, ഹാർട്ട് അറ്റാക്ക് ആണല്ലോ. ഹാർട്ട് അറ്റാക്ക് ഒന്നുമല്ല, ഒന്ന് പിടിക്കാൻ. ചേട്ടാ ചേട്ടാ കണ്ണുറക്കേട്ടാ. നീ പോയിട്ട് വെള്ളം എടുത്തോളൂ കേട്ടോ. കമ്പനി വന്നിട്ട് കാപ്പി കൂടെ കുടിക്കാതെ ഞാൻ കണ്ടു. എന്ത് കണ്ടു? കൃഷ്ണക്കുറുപ്പിനെ ഞാൻ കണ്ടു സുധാകര. അതേ രൂപം, അതേ വേഷം. എനിക്ക് പേടിയില്ലാത്തതുകൊണ്ടും എന്നോട് അച്ഛന് സ്നേഹമുള്ളത് കൊണ്ടും ഞാൻ ബോധം കെട്ടു വീണു. എന്തൊക്കെ ചേട്ടാ ഈ പറയുന്നത്? അതൊക്കെ വെറൊരു തോന്നലല്ലേ? ഈ 2 കണ്ണുകളും ഞാൻ ജനിച്ച അന്ന് മുതൽ കൊണ്ടു നടക്കുന്നതാ. ഇവരെന്നെ ചതിക്കില്ല. ഞാൻ കണ്ടു.
കൃഷ്ണക്കുറുപ്പിന്റെ ആത്മാവിനെ ഞാൻ കണ്ടു. മോനെ സുധാകര, അച്ഛന്റെ ആത്മാവ് ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ല, അത് തീർച്ചയാ. എന്റെ ഭഗവതി, എനിക്കൊന്നും ഇന്ന് അമാവാസി, വിശാഖം നക്ഷത്രം, കുറുപ്പിന്റെ നക്ഷത്ര വിശാഖം. കുറുപ്പ് വരാൻ ഇതിലും നല്ലൊരു സമയം വേറെ ഇല്ല. ചേട്ടൻ ആരെയാ തൊടുന്നേ? കുറുപ്പ് അതിലേ പോയത് ഞാൻ കണ്ടു. കൃഷ്ണക്കുറുപ്പിന്റെ വീടല്ലേ? ആരാ? ഇൻഷുറൻസ് കമ്പനിന്നാ. ഗുഡ് മോർണിംഗ് സർ, ഐ എം വിനയ് ചന്ദ്രൻ. Hello. പ്ലീസ് കം. അത് മുഴുവനും കഴിക്കുന്നേ. ഇൻഷുറൻസുകാർ വന്നിട്ടുണ്ട്, അമ്മയെ കാണണമെന്ന് പറയുന്നു. എനിക്കാരെയും കാണണ്ട. പക്ഷെ അവർക്ക് കാണണം. എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ മറുപടി പറയുകയും വേണം. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാം. അച്ഛന്റെ കൂടെ ഇരുത്തി ഒരു ചായ കൊടുക്ക്. അച്ഛൻ മരിച്ചു പോയെന്ന് അവർക്ക് എഴുതി വെച്ച കടലാസിൽ അമ്മ ഒപ്പിട്ടിട്ടുണ്ട്, അത് മറക്കണ്ട. വരൂ അമ്മേ. ഇതാണ് ഓഫീസർ മിസ്റ്റർ നാരായണസ്വാമി. ഓ, മരിച്ച കൃഷ്ണക്കുറുപ്പ് നിങ്ങളുടെ ഭർത്താവല്ലേ? അതെ. ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, വിധവകൾ സാധാരണയായി സിന്ദൂരം തൊട്ട് കാണാറില്ല. അമ്മ പിന്നെ സിന്ദൂരം എടുത്തു തൊട്ടോ? അച്ഛൻ മരിച്ച ശേഷം അമ്മയ്ക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ വന്നു. അതിപ്പോ മാറി വരുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരായിരുന്നു? നിങ്ങൾ അതിനത് വായിച്ചത്? അല്ല, സാധാരണയായി അത് പാടില്ലാത്തതാണല്ലോ. ആ, ഇതാ ഈ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ അമ്മയെ കൊണ്ട് ഒപ്പിടിക്കണം. ശരി സാർ. കരയാതെ, സാറില്ല. സിന്ദൂരം തൊട്ടാലില്ലെങ്കിൽ നീ സുമംഗലി തന്നെയാ. ദാ ഇവിടെ ഒരു ഒപ്പ്, പിന്നെ ഇവിടെയും. ഒരു അൺയൂഷ്വൽ ഡെത്ത് ആയതുകൊണ്ട് പ്രോസസ്സിംഗ് കഴിഞ്ഞ് പേയ്മെന്റ് വരാൻ 1-2 ആഴ്ച പിടിക്കും. പിന്നെ എല്ലാ മക്കളും ഒപ്പിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വേണം. ശരി സാർ. ശരി. സുമതി, സുമതി, എന്താ? കിട്ടി, കിട്ടി. എന്തോന്ന് കൊലയോ? കൊലയല്ല, നിന്റെ തല. അവിടെ LIC കിട്ടിയെന്ന്. എന്റെ ഗുരുവായൂരപ്പ, നേരോ? നേര്. നമ്മൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. അമ്മേ, വേഗം പുറത്തേക്ക് വാ, ആ ഭദ്രകാളി വരുന്നുണ്ട്. ആര്? അമ്മയുടെ മോളും. എന്തെങ്കിലും എടുത്തോണ്ട് പോകാൻ ചേച്ചി ഈ വീട് മുഴുവൻ തപ്പും. ഞാൻ അവളെ ഈ വീടിനകത്തേക്ക് കയറ്റില്ല. എന്ത് ബഹളം കേട്ടാലും അച്ഛൻ അനങ്ങരുത്. കഴിഞ്ഞ ആഴ്ച ചേട്ടൻ കായെടുക്കാൻ പൊള്ളാച്ചി പോയിട്ട് 11 ദിവസം കഴിഞ്ഞിട്ടാ വന്നത്. അപ്പൊ വന്ന് അമ്മയുടെ നിക്കാന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ആ, അതേതായാലും നന്നായി. അമ്മ ഇവിടെ ഒരുവിധം സുഖമായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, വന്നേ, നമ്മളെയൊക്കെ അധിക നേരം കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് വിഷമമാണ്. ഞങ്ങളാരും അമ്മയുടെ മുമ്പ് പോവാറ് തന്നെ ഇല്ല. അതുകൊണ്ട് അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതെ തൽക്കാലം നിങ്ങൾ രണ്ടുപേരും പൊക്കോ. അത് അങ്ങനെ എന്തെങ്കിലും വിഷമം അമ്മയ്ക്കുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് വിഷമങ്ങൾ മുഴുവൻ മാറ്റിട്ടേ പോകുന്നുള്ളൂ. എന്ത്? അതന്നെ. അത് വേണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കും തോറും പ്രശ്നങ്ങൾ കൂടുകയേ ഉള്ളൂ. സമയം കളയണ്ട, രണ്ടുപേരും സ്ഥലം വിട്ടോ. വിനയ, നീ എന്റെ അനിയനല്ലേ? അതെ.
ഇൻഷുറൻസിന്റെ കാശ് ഞങ്ങളെ കൊണ്ട് തൊടിയിക്കാതിരിക്കാനുള്ള നിന്റെ അടവ് ഈ ചേച്ചിക്ക് മനസ്സിലാവില്ലടാ. ചേട്ടൻ ചെന്ന് കുളിച്ച് ഷർട്ടും മുണ്ടും മാറ്റ്. ആ. നമ്മള് 10 ദിവസം കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെ, ബാത്റൂം ഫ്രീ ആയിരിക്കുമല്ലോ. യ്യോ, നിക്ക് നിക്ക് നിക്ക്. അങ്ങനെ ഇപ്പൊ പോണ്ട. തടയണ്ട. ഭാര്യ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കാൻ ഏതളിയനും ഈ ഇന്ത്യയിൽ അവകാശമുണ്ട്. അവകാശങ്ങളൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ടല്ലേ അളിയൻ ഇവളെ സ്വീകരിച്ചത്. എന്ത് വാങ്ങിച്ചെന്നാ പറയുന്നേ? എപ്പോ വാങ്ങിച്ചെന്ന് ഈ പറയുന്നത്? പറഞ്ഞ സ്വർണം തന്നോ? എനിക്ക് കട തുടങ്ങാൻ കാശ് തരാന്ന് പറഞ്ഞിട്ട് അത് തന്നോ? ഇൻഷുറൻസിന്റെ പണത്തിൽ നിന്ന് 1-2 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. അച്ഛൻ എന്ന് പറഞ്ഞു? നിങ്ങളാരും കേട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അച്ഛൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മരുമകൻ എന്ന നിലയിൽ എന്നോടും ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും പറയാനുള്ള സമയമല്ല. വേഗം സ്ഥലം വിട. വിട്ടില്ലെങ്കിലോ രണ്ടിനെ പിടിച്ച് പുറത്താക്കും. ആഹാ, എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും വില ഉണ്ടെന്ന് അറിയണമല്ലോ. അമ്മ ഇത് കണ്ടില്ലേ? അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ സ്ഥിതി വരുമായിരുന്നു. ഈ കള്ള അഭിനയം ഒന്നും ഇവിടെ വേണ്ട. അളിയോ, അളിയന്റെ കളിയൊന്നും ഇവിടെ ആരും അറിയില്ല എന്ന് വിചാരിക്കണ്ട. ആ കോളേജിന്റെ മുന്നിലെ പുത്തൻ കെട്ടിടത്തിൽ ഫ്ലാറ്റ് വാങ്ങാൻ അളിയൻ അഡ്വാൻസ് കൊടുത്തത് 7 കാശ് മുന്നിൽ കണ്ടിട്ടാന്നൊക്കെ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ തന്നെ അതിന്റെ കഴിവാ. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ മാനസിക നില ശരിയല്ല. എനിക്ക് ഭ്രാന്തായത് നീ അറിഞ്ഞില്ലേ? നീ വാടി. ഈ നാട്ടിൽ നീതി നിയമമുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പ്രോവിഡന്റ് ഫണ്ടോ പോയി, ഇനിയിപ്പോ ഇൻഷുറൻസ് നമ്മളെ കൊണ്ട് തൊടിയിക്കില്ല എന്നാണ് അളിയന്മാരുടെ ഭാവമെങ്കിലേ ഇവിടെ ചോരപ്പുഴ ഒഴുകും. ഞാൻ ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. നീ വാടി.